പിന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ഞാൻ തടയാൻ വേണ്ടി ബ്രത്ത് അനലൈസർ കൊടുക്കും. അത് അട്ടിമറിക്കാൻ വേണ്ടി പല ഹോമിയോ ഗുളിക, അരിഷ്ടം, ഇങ്ങനെ പല വേലയെ നോക്കി. അതൊന്നും നടക്കത്തില്ല. ആ അരിഷ്ടമൊന്നും ഇനി എടുക്കത്തില്ല. അത്തരം ഹോമിയോ മരുന്ന് കഴിക്കണ്ട. ഇവിടെ എല്ലായിടത്തും സർക്കാർ സൗജന്യമായി PHSC നടത്തുന്നുണ്ട്. അവിടെ പോയി വല്ല പാരാസെറ്റമോളും വാങ്ങിച്ച് കഴിച്ചാൽ മതി. അരിഷ്ടം കുടിച്ച് പനി മാറ്റുന്നതൊക്കെ പ്രാകൃതമായ കാര്യങ്ങൾ. അത് പിന്നെ അതൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്തോ. പക്ഷേ അരിഷ്ടം അടിച്ച് മണക്കെന്ന് പറഞ്ഞ് വരരുത്. മണത്ത പിടിക്കും. പിടിച്ചാൽ ബദലിയാണെങ്കിൽ പിന്നെ ജന്മം തിരിച്ചു കയറില്ല. മറ്റേതാണെങ്കിൽ സ്ഥിരമാണെങ്കിൽ 3 മാസം സസ്പെൻഷനാണ്. പക്ഷെ തിരിച്ചു കയറുന്ന വിഴിഞ്ഞത്തായിരിക്കത്തില്ല, കയറുന്ന വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെ കയറില്ല. ഈ കാര്യത്തിൽ എങ്ങനെ കർശന എടുത്തുകൊണ്ട് എന്താ ഗുണം നമ്മൾ മനസ്സിലാക്കാം. നിലവിലുണ്ടായിരുന്ന അപകടങ്ങളെക്കാൾ 36% അപകടങ്ങളും മരണവും KSRTC വണ്ടി ഇടിച്ചുള്ള മരണവും കുറഞ്ഞിരിക്കുകയാണ്. രാത്രി അടിച്ചേച്ച് കിടന്നിട്ട് രാവിലെ വണ്ടി എടുക്കും. ഒരു ഹാങ് ഓവറാണ്, കുഴപ്പമൊന്നുമില്ല. മണപ്പിച്ചാലേ മണം അടിക്കുള്ളൂ. പക്ഷെ ഈ തലവേദനയൊക്കെ എടുത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ ഒരു സ്കൂട്ടറിൽ വന്ന് കയറും. ഇവളിത് ഇവിടെ പോകുന്നു പറഞ്ഞ് ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. പാവം അവിടെ വെച്ച് ജീവിതം തീരും. ഇടിക്കുന്ന സാധനം വലിയ ആന സാധനമാണ്. മറ്റേ സ്കൂട്ടറിൽ ഇരിക്കുകയാണ്. അവരെ അറിയാതെ വന്നെങ്കിൽ കയറി കൊടുത്താൽ ഇവിടെ പോകുന്നു പറഞ്ഞ് ഒരു തട്ട് വെച്ച് കൊടുത്താൽ ആ തട്ട് മതി ഒരു ജീവിതം അവസാനിക്കാൻ. ഇത്തരം നടപടികൾ ഇപ്പോൾ ഇല്ല. കാരണം എന്താ, രാവിലെ നല്ല ഫ്രഷ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ആരെങ്കിലും വന്ന് കയറിയാലും ഇറിറ്റേഷൻ ഒന്നുമില്ല. വളരെ സന്തോഷമായിട്ട് വണ്ടി ഓടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് KSRTCയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതെല്ലാം പറഞ്ഞത്. ജീവനക്കാർ സമയത്ത് വരണം. ഇപ്പൊ എല്ലാവരെയും വിന്യസിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ജോലിക്ക് വന്നാൽ മതി. ഇപ്പോൾ നിലവിലുള്ള അത്രയും വണ്ടി ഓടാൻ ആരെയൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. പുതിയ വണ്ടികൾ വരുമ്പോൾ അതിനുള്ള ആളുകളെയും നമ്മൾ എടുക്കും. അതനുസരിച്ച് അറേഞ്ച് ചെയ്യും. അത് KSRTC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഷോർട്ടേജ് ഇല്ലാതെ സ്ഥലം മാറ്റി നിയമിച്ചിരിക്കുന്നത്. നേരിട്ട് മന്ത്രി തന്നെ ചെയ്തത്. എത്ര ഷോർട്ടേജ് ഉണ്ടെന്ന് നോക്കി ഓരോ സ്ഥലത്തേക്കും സൗകര്യപ്രദമായി. ഏറ്റവും അടുത്ത വിഴിഞ്ഞത്തുള്ള ആൾ വിഴിഞ്ഞത്ത് കൊടുത്തേക്കാൻ പറ്റും. ഏറ്റവും അടുത്ത് കൊടുക്കുക. കാരണം അവർക്ക് അസൗകര്യം ഉണ്ടാകാതെ ജീവനക്കാരെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി ജീവനക്കാർക്ക് ഗുണമുള്ള രീതിയിൽ തരാം. ഞാനൊരു തൊഴിലാളി നേതാവായിരുന്ന ഒരാളുടെ മകനാണ്. എനിക്ക് പണ്ടും തൊഴിലാളിയോട് സ്നേഹമാണ്. പണ്ടും ഞാൻ മന്ത്രിയായിരുന്നു KSRTC. അന്ന് ഞാൻ UDF-ലായിരുന്നു. അന്ന് CITU അടക്കമുള്ള എല്ലാ ട്രേഡ് യൂണിയനും എന്നോട് സ്നേഹത്തോടെ സഹകരിച്ചു വന്നു. അന്ന് വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇന്നും അത് തന്നെയാണ് സ്ഥിതി. എന്നെ ഒരു ശത്രുവായിട്ട് കാണണ്ട. ജീവനക്കാർക്ക് ദോഷം വരുന്ന, നിങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ആ ഭയം നിങ്ങൾക്ക് വേണ്ട. ആര് നിങ്ങളെ പേടിപ്പെടുത്തിയാലും നിങ്ങൾ പേടിക്കണ്ട. മൂന്നാറിൽ വണ്ടി കൊണ്ടുപോയില്ലെന്ന് ചിലരൊക്കെ പറഞ്ഞു. അയാളാ തൂർത്ത്. എനിക്കറിയാം ഇതിന്റെ റിസൾട്ട് എന്താണെന്ന്. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയാം. ആ റിസൾട്ട് നോക്കി തന്നെ വണ്ടി ഉണ്ടാക്കിയത്. പാപ്പനംകോട് വണ്ടി പണിയുമ്പോൾ എനിക്കറിയാം ഇത്ര രൂപ വെച്ച് കിട്ടും, ഇന്ന രീതി പോകുന്നു. അത് മനസ്സിലാക്കി തന്നെ ചെയ്യുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ മാറും. ടിക്കറ്റിംഗ് സംവിധാനങ്ങളെല്ലാം മാറുന്നതോടി വലിയ മാറ്റം ഉണ്ടാകും. അതോടൊപ്പം ഈ ഗൂഗിൾ പേക്ക് വരുന്നതോടെ ആൾ കൂടുതൽ പേ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ കണ്ടക്ടർക്ക് ഒരു ഗുണങ്ങളുണ്ട്. ബാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞ് സസ്പെൻഷൻ വരുന്നില്ല. പിന്നെ പുതിയൊരു പരിഷ്കാരമല്ല, പഴയ പരിഷ്കാരത്തെ പൊടി തട്ടിയെടുത്തിരിക്കുകയാണ്. ബസ്സിൽ പരിശോധന ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും എന്നെ കാണുമ്പോൾ പറയും ഇൻസ്പെക്ടർമാരെ വെച്ച് പരമാവധി വണ്ടി പരിശോധിക്കാം, നമുക്ക് ഗുണം കിട്ടും എന്നവർ പറഞ്ഞു. അവർ പറഞ്ഞ ആശയം ഞാനങ്ങ് സ്വീകരിച്ചു. അങ്ങനെ CMDയുടെ നേതൃത്വത്തിൽ CMD സ്ക്വാഡ് രൂപീകരിച്ചു. എല്ലാ ഇൻസ്പെക്ടർമാരും ഫീൽഡിലേക്ക് പോകാൻ. ഏതാണ്ട് 247 ഇൻസ്പെക്ടർമാർ നമ്മുടെ കയ്യിലുണ്ട്. ബസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്ന കൺട്രോളിംഗ് ഇൻസ്പെക്ടർ പോയിട്ട് 247 ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. അവരെ ഓരോ സ്റ്റേഷനായിട്ട് വിഭജിച്ചിട്ട് ദിവസവും എല്ലാ റൂട്ടിലും പരിശോധനയാണ്. ഇപ്പോൾ CMD എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ 48% കേരളത്തിൽ ഓടുന്ന വണ്ടികളുടെ 48% ബസ്സുകളും പരിശോധിച്ചു കഴിഞ്ഞു. ഇനി അത് പരിശോധിച്ചുകൊണ്ട് കള്ളം പിടിക്കാൻ ഉണ്ടാവില്ല. കാരണം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ റിപ്പോർട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. കാരണം വേറെ ഒന്നുമല്ല, കള്ളത്തരങ്ങൾ കുറയും. വേറൊരു കാര്യം കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഇൻസ്പെക്ടർമാർ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾ യാത്രക്കാരനാണെന്ന് കണക്ക്. എൻ്റെ ഒരു ഐഡിയ ഇത് ഇന്നലെ MDയോട് പറഞ്ഞിട്ട് അദ്ദേഹം സർക്കുലർ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല, കൊടുത്തിരിക്കുകയാണ്. ഇൻസ്പെക്ടർ വണ്ടി കയറി പരിശോധിക്കുന്ന കൂട്ടത്തിൽ യാത്രക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? നിങ്ങൾ കൈ കാണിച്ചില്ല വണ്ടി നിർത്തിയില്ലെന്ന് പരാതിയുണ്ടോ? നിങ്ങൾക്ക് ബാലൻസ് തന്നെയാണെന്നുള്ള പരാതിയുണ്ടോ? ടിക്കറ്റ് ചോദിച്ചില്ല എന്നുള്ള പരാതിയുണ്ടോ? നിങ്ങൾ ആ പരാതി എന്നോട് പറയും. ഇൻസ്പെക്ടർ പരിശോധകനല്ലേ, അദ്ദേഹത്തിന് വേറെ യൂണിഫോം വേറെ പദവിയുമാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പരാതി ഉണ്ടെന്ന് യാത്രക്കാരൻ പറഞ്ഞാൽ ആ പരാതി അപ്പോൾ തന്നെ നോട്ട് ചെയ്യുകയും നേരെ വൈകിട്ട് 5 മണിക്ക് മുമ്പേ MDയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം MDയുടെ ഓഫീസിൽ പുതിയ സെക്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. ആ സെക്ഷനിലേക്കാണ് റിപ്പോർട്ടുകൾ മുഴുവൻ വരുന്നത്. അവർ ക്രോഡീകരിച്ച് കൃത്യമായി MD കൊടുക്കും. നമ്മൾ പരിശോധന തുടങ്ങിയ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടൊരു ഒരാഴ്ചയായി ഭയങ്കരമായിട്ട് റിപ്പോർട്ടിംഗ് ആയിരുന്നു, ഓരോ തകരാണ്. പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. കാരണം പരിശോധന കർശനം. കേരളത്തിൽ ഓടുന്ന 4500 ബസ്സുകൾ, ഏതാണ്ട് 4200 ബസ്സുകൾ ഓടും അല്ലേ, ഒരു ദിവസം ഓടും. അതിന്റെ 48% പരിശോധിക്കും. എന്റെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത് 65% ബസ്സുകളും പരിശോധിച്ചു കഴിയുമ്പോൾ കുറവുകൾ ഉണ്ടാവില്ല, കുറ്റങ്ങൾ ഉണ്ടാവില്ല.
നല്ല നിലയിൽ പോകും, കറക്റ്റ് ടൈമിന് വണ്ടി വരും. പിന്നെ ഈ വരിയായിട്ട് നോക്കുന്നത് ഇൻസ്പെക്ടർ പരിശോധിക്കുന്നത്, വരിയായിട്ട് ഇങ്ങനെ പോകും വണ്ടികൾ ഇങ്ങനെ ഒരേ റൂട്ടിൽ. അത് പരിശോധിച്ചും ഇൻസ്പെക്ടർമാർ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വരിയായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞാൽ എന്താ, എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ യാത്രക്കാർക്ക് ആരുമില്ല, അപ്പം പാരലൽ സർവീസുകാർ കയറി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ വരിയായി പോകുന്നതെല്ലാം കറക്റ്റ് ചെയ്യും. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി പരസ്യം ചെയ്തിട്ടുണ്ട്. അതായത് KSRTC മുഴുവൻ ഷെഡ്യൂളിങ്ങും ഒരു കമ്പ്യൂട്ടർ AI ഹെൽപ്പ് ചെയ്യുന്ന, AI അധിഷ്ഠിതമായി ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ KSRTC പരസ്യം ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ സംവിധാനം ഏർപ്പെടുത്താൻ പോകണം. അതായത് മനുഷ്യനല്ല, ഇനി KSRTC ഷെഡ്യൂളുകൾ പരസ്പരം വരിയായിട്ട് പോകാതെ കൃത്യസമയത്ത് പോകുന്ന ഒരു ഷെഡ്യൂളിംഗ് സംവിധാനം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പരസ്യം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ പരീക്ഷിക്കാൻ പോകുന്നത്.